നമ്മുടെ ശരീരം കേവലം ഒരു ജൈവ യന്ത്രമല്ല, മറിച്ച് അനന്തമായ ബോധത്തിൻ്റെ ഒരു നിഗൂഢ കേന്ദ്രമാണ്. ബാഹ്യലോകത്തെ കാണാൻ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്കൊഴുകുന്ന നമ്മുടെ ബോധം എങ്ങനെയാണ് സ്വന്തം ആന്തരിക കേന്ദ്രത്തിലേക്ക് മടങ്ങുന്നത്? ഭൗതികതയും ആത്മീയതയും ഒന്നായിത്തീരുന്ന ആ ബിന്ദു എവിടെയാണ്? കാണുന്നവൻ കണ്ണുകൾക്ക് പിന്നിലാണ് മറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ചിന്തകൾ ആകാശത്തിലെ മേഘങ്ങളെപ്പോലെ പുറമേ നിന്ന് വരുന്നവയാണ്. അവ നാം അല്ല. ചിന്തകൾക്ക് അപ്പുറത്തുള്ള ആ ശുദ്ധബോധത്തെ കണ്ടെത്താൻ നേരിട്ടുള്ള വഴികളില്ല. പകരം പരോക്ഷമായ ചില വിദ്യകൾ മാത്രമേയുള്ളൂ. സന്തോഷം തേടിപ്പോകുന്നവനല്ല, മറിച്ച് പ്രവൃത്തിയിൽ അലിഞ്ഞു ചേരുന്നവനിലേക്ക് മാത്രമേ ആ അനുഗ്രഹം വർഷിക്കപ്പെടുകയുള്ളൂ. 18ാമത്തെ വിദ്യയിലൂടെ ശിവൻ വെളിപ്പെടുത്തുന്നത് സ്നേഹത്തിൻ്റെ മഹാത്മ്യമാണ്. കാമനയോടെ നോക്കുമ്പോൾ ഒരു വ്യക്തി വെറുമൊരു വസ്തു മാത്രമായി മാറുന്നു. അപരൻ നരകമാണെന്ന് ജിൻ പോൾ സാർത്ത് പറയുമ്പോൾ സ്നേഹത്തിലൂടെ അപരൻ സ്വർഗമാകുമെന്ന് തന്ത്രവിദ്യ നമ്മെ പഠിപ്പിക്കുകയാണ്. കൈവശപ്പെടുത്താൻ ശ്രമിക്കാത്ത നിസ്സഹായതയിൽ നിന്ന് ഉടലെടുക്കുന്ന യഥാർത്ഥ സമർപ്പണം എങ്ങനെയാണ് ഒരു ധ്യാനമായി മാറുന്നത്? ഈ ആത്മീയ യാത്രയിലൂടെ നമുക്ക് ആ ഉറവിടം തേടിപ്പോകാം. പ്രിയമുള്ളവരെ, നമസ്കാരം. ദിവ്യബോധം എന്ന ആത്മീയ പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിജ്ഞാൻ ഭൈരവ തന്ത്രയിലെ അതീവ സുന്ദരമായ ഒരു പാതയിലേക്ക്, അതായത് 18ാമത്തെ വിദ്യയിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. മനുഷ്യൻ എന്നും പുറം ലോകത്തിൻ്റെ വേഗതയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഓട്ടത്തിനിടയിൽ നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ തന്നെ ആന്തരിക കേന്ദ്രത്തെ എങ്ങനെ കണ്ടെത്താമെന്നും ഇന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള ആ നിശബ്ദമായ പ്രവർത്തന കേന്ദ്രത്തിലേക്ക് നമ്മെ നയിക്കുന്നതിനുള്ള പരോക്ഷമായ ചില ഉപായങ്ങളാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. സ്നേഹത്തിൻ്റെ നോട്ടത്തിലൂടെ എങ്ങനെ പ്രപഞ്ചത്തോട് സംവദിക്കാമെന്ന വലിയൊരു സത്യമാണ് ഇന്നത്തെ ചിന്തകളിലൂടെ ശിവൻ നമുക്ക് വെളിപ്പെടുത്തുന്നത്. സ്നേഹപൂർവം ഈ വിദ്യയെ സ്വീകരിക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്നത് കേവലം അറിവുകൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് നമ്മുടെ അസ്തിത്വത്തിൻ്റെ അടിവേരുകൾ തേടിയുള്ള ഒരു യാത്രയിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഈ ശരീരം വെറുമൊരു മാംസപിണ്ഡം മാത്രമല്ല, അതീവ നിഗൂഢമായ അതിസങ്കീർണമായ ഒരു യാന്ത്രിക സംവിധാനമാണിത്. ഈ യന്ത്രത്തിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ച്, അതിൻ്റെ ആഴങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ജീവിതം എന്നത് സമാന്തരമായ 2 പാതകളിലൂടെയാണ് ഒഴുകുന്നത്. ഈ 2 പാതകളെ തിരിച്ചറിയുക എന്നതാണ് ആത്മീയതയുടെ ആദ്യ പാഠം. നോക്കൂ, നാം കണ്ണു തുറക്കുമ്പോൾ കാണുന്ന ഈ പ്രപഞ്ചം, അതിലെ ഭൗതിക വസ്തുക്കൾ, മനുഷ്യർ തുടങ്ങിയതിനെ എല്ലാം ദർശിക്കുന്നതിനായി നമ്മുടെ ബോധം ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് ഒഴുകുന്നുവെന്ന് നമുക്കറിയാം. കാണാനും കേൾക്കാനും അനുഭവിക്കാനുമായി നമ്മുടെ ബോധം ഇന്ദ്രിയങ്ങളാകുന്ന വാതിലുകളിലൂടെ വെളിയിലേക്ക് കുതിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളുടെ ഒരു തലം മാത്രമാണ്. നമ്മുടെ ബോധം ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ വസ്തു പ്രപഞ്ചത്തെക്കുറിച്ച് അറിവുള്ളവരായിത്തീരുന്നത്. എന്നാൽ ഓർക്കുക, ഇത് നാണയത്തിൻ്റെ
ഒരു വശം മാത്രമാണ്. നമ്മുടെ ശരീരത്തിന് ഇതിനേക്കാൾ മനോഹരമായ മറ്റൊരു തലം കൂടിയുണ്ട്. അത് നമ്മെ നമ്മിലേക്ക് തന്നെ ഉള്ളിലേക്ക് നയിക്കുന്ന ഒന്നാണ്. നമ്മുടെ ബോധം പുറത്തേക്ക് പോകാതെ ഉള്ളിലേക്ക് തിരിയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ അറിയുന്നത് ഭൗതികതയെക്കുറിച്ചല്ല, മറിച്ച് അബൗദ്ധികമായ ആത്മീയതയെക്കുറിച്ചായിരിക്കും. പലരും ഓഷോയോട് ചോദിക്കാറുണ്ടായിരുന്നു, ഭൗതികതയും ആത്മീയതയും തമ്മിൽ വലിയ വിഭജനമുണ്ടോ എന്ന്. വാസ്തവത്തിൽ ഇവ തമ്മിൽ യാതൊരുവിധ വിഭജനവുമില്ല. ഭൗതികതയും ആത്മീയതയും ഒന്ന് തന്നെയാണ്. നമുക്ക് ആ പരമമായ യാഥാർത്ഥ്യത്തെ ഇവിടെ തൽക്കാലത്തേക്ക് എക്സ് എന്ന് വിളിക്കാം. ഈ എക്സ് എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ കണ്ണുകളിലൂടെയും മറ്റ് ഇന്ദ്രിയങ്ങളിലൂടെയും നോക്കുമ്പോൾ അത് ഭൗതിക വസ്തുവായി കാണപ്പെടുന്നു. എന്നാൽ ഇതേ യാഥാർത്ഥ്യത്തെ ഇന്ദ്രിയങ്ങളിലൂടെ അല്ലാതെ നമ്മുടെ ആന്തരിക കേന്ദ്രത്തിലൂടെ ദർശിക്കുമ്പോൾ അത് ആത്മീയതയായി അറിയപ്പെടുന്നു. യാഥാർത്ഥ്യം ഒന്ന് തന്നെയാണ്, പക്ഷേ നമ്മുടെ നോട്ടം രണ്ട് രീതിയിലാണ് എന്ന് മാത്രം. ഏറ്റവും സ്നേഹമുള്ളവരെ, നാം ഇന്ന് പഠിക്കാൻ പോകുന്ന വിദ്യകൾ ഉൾപ്പെടെയുള്ള എല്ലാ ആത്മീയ വിദ്യകളുടെയും ലക്ഷ്യം ഒന്നാണ്. നമ്മിൽ തന്നെയുള്ള ആ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നതാണത്. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാത്തതായ ഒരു സ്ഥാനമാണത്. ഇന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള ആ പ്രവർത്തന കേന്ദ്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ മാത്രമേ നമുക്ക് ആ സത്യം ദർശിക്കാനാവുകയുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ കണ്ണുകളിലൂടെ കാണുമ്പോൾ ആ കണ്ണുകളല്ല അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണുകളൊരു പ്രവേശന മാർഗം മാത്രമാണ്. കാണുന്നവൻ ആ കണ്ണുകൾക്ക് പിന്നിലാണ് മറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ണുകൾ അടച്ചിരിക്കുമ്പോഴും നമുക്ക് സ്വപ്നങ്ങളും കാഴ്ചകളുമെല്ലാം അനുഭവപ്പെടുന്നത്. ഈ കാണുന്നവൻ കേന്ദ്രീകരിക്കപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് അവൻ തന്നെക്കുറിച്ച് തന്നെ ബോധവാനായിത്തീരും. എന്നാൽ ഉള്ളിലേക്ക് നോക്കുക എന്നത് ഒരു ചിന്തയായി മാറ്റരുത് ഇവിടെ. കാരണം ഓരോ ചിന്തയും പുറമേ നിന്നാണ് നമ്മിലേക്ക് വരുന്നത്. ഉള്ളിൽ നിന്നൊരൊറ്റ ചിന്ത പോലും സൃഷ്ടിക്കാൻ നമുക്ക് കഴിയില്ല. ചിന്തകൾ എന്നത് ആകാശത്ത് വന്നെത്തുന്ന മേഘങ്ങളെപ്പോലെയാണ്. ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉള്ളിലല്ല, പുറത്താണ് നിലനിൽക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ കേന്ദ്രത്തിൽ നമ്മൾ ശുദ്ധബോധം മാത്രമാണ്. മേഘങ്ങളില്ലാത്ത ആകാശം പോലെ ശുദ്ധമായ ബോധം. ഈ വിദ്യകളെല്ലാം തന്നെ നമ്മെ നമ്മുടെ ഉള്ളിലേക്ക് തള്ളിവിടുന്നതിനുള്ള ചില ഉപായങ്ങൾ മാത്രമാണ്. ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ വിദ്യയിലേക്ക് മാത്രം നമ്മൾ നമ്മുടെ ശ്രദ്ധയെ ഇവിടെ പതിപ്പിക്കണം. നമ്മൾ സ്നേഹപൂർവ്വം ഒരു വസ്തുവിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ അഹന്ത അവിടെ ഇല്ലാതാവുകയും നമ്മൾ കേന്ദ്രീകൃതനാവുകയും ചെയ്യുന്നു. നമ്മൾ ബോധത്തിൻ്റെ രണ്ട് വാതിലുകളെക്കുറിച്ച് സംസാരിച്ചു. ഇനി നാം ആ വാതിലിലൂടെ അകത്തേക്ക് കടക്കുകയാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ അത്ഭുതം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ വിദ്യകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ നാം ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കണ്ണുകളിലൂടെയാണ് ഈ ലോകത്തെ കാണുന്നത്, അല്ലേ? സത്യത്തിൽ ആ കണ്ണുകളല്ല അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവ വെറും പ്രവേശന മാർഗങ്ങൾ മാത്രമാണ്. കാണുന്നവൻ ആ കണ്ണുകൾക്ക് പുറകിലാണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി. കണ്ണുകൾ അടയ്ക്കുമ്പോൾ നമുക്ക് സ്വപ്നങ്ങളും കാഴ്ചകളും പ്രതിരൂപങ്ങളും കാണാൻ കഴിയുന്നതും ആ കാണുന്നവൻ ഇന്ദ്രിയങ്ങൾക്ക് പുറകിൽ നിലകൊള്ളുന്നത് കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്ദ്രിയങ്ങളെ അടച്ചു വയ്ക്കുകയാണെങ്കിൽ ആ കാണുന്നവൻ നമുക്കുള്ളിൽ തന്നെ നിശ്ചലനായി നിലനിൽക്കും. ഈ കാണുന്നവൻ അഥവാ ഈ ബോധം കേന്ദ്രീകരിക്കപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് അവൻ തന്നെക്കുറിച്ച് തന്നെ ബോധവാനായിത്തീരും.
നമ്മൾ നമ്മെക്കുറിച്ച് തന്നെ ബോധവാനായിത്തീരുമ്പോൾ നമ്മൾ മുഴുവൻ അന്ധതയെക്കുറിച്ചും ബോധവാനായിത്തീരും. കാരണം നമ്മളും അസ്തിത്വവും രണ്ടല്ല. എന്നാൽ ഒരാൾക്ക് തന്നെക്കുറിച്ച് ബോധവാനാകണമെങ്കിൽ അവൻ തൻ്റെ ഉള്ളിലെ പ്രവർത്തന കേന്ദ്രത്തിൽ എത്തിച്ചേരേണ്ടി വരും. അവിടെ ബോധം പല ദിശകളിലേക്ക് വിഭജിക്കപ്പെടുന്നില്ല, അതെവിടേക്കും നീങ്ങുന്നില്ല, അത് അതിൽ തന്നെ നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. ചലനമറ്റതായി അടിയുറച്ചതായി അത് ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുകയാണ്. ഉള്ളിൽ സ്ഥിതി ചെയ്യുക എന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി തോന്നാം. കാരണം എങ്ങനെയാണ് ഉള്ളിൽ നിലനിൽക്കുക എന്ന് ആ ചിന്ത പോലും ഒരു പുറത്തേക്ക് പോകലായിത്തീരുകയാണ്. നമ്മുടെ ഉള്ളിനെക്കുറിച്ച് ഓർക്കുന്നത് പോലും നമുക്കൊരു ചിന്തയാണ്, അല്ലേ? ഓരോ ചിന്തയും ബഹിർഭാഗത്തിൻ്റേതാണ്, ഒരിക്കലും അത് ഉൾഭാഗത്തിൻ്റേതല്ല. ഉള്ളിൻ്റെ ഉള്ളിലെ ആ കേന്ദ്രത്തിൽ നമ്മൾ ശുദ്ധബോധം മാത്രമാണ്. ശ്രദ്ധിക്കുക, ചിന്തകൾ മേഘങ്ങളെപ്പോലെയാണ്. അവ നമ്മിലേക്ക് വന്നെത്തിയവയാണ്. അതിനാൽ അവ നമ്മുടേതല്ല. ഓരോ ചിന്തയും വരുന്നത് വെളിയിൽ നിന്നാണ്. ഉള്ളിൽ നിന്നൊരൊറ്റ ചിന്ത പോലും നമുക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം നമ്മൾ ഉള്ളിലല്ല നിലനിൽക്കുന്നത്. ആത്മാവിനെക്കുറിച്ചോ സത്തയെക്കുറിച്ചോ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും വാസ്തവത്തിൽ നമ്മൾ പുറത്താണുള്ളത്. നമ്മുടേതായ ഉള്ളിൽ അവിടെയുള്ളത് ശുദ്ധബോധം മാത്രമാണ്. മേഘങ്ങളൊന്നുമില്ലാത്ത ആകാശത്തെ പോലെയുള്ള ശുദ്ധബോധം. ഈ ശുദ്ധബോധത്തെ എങ്ങനെ നേടിയെടുക്കാം? നമുക്ക് നേരിട്ട് ഇതിനായി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിനായി നമ്മെ ഉള്ളിലേക്ക് തള്ളിവിടുന്നതിനുള്ള ചില പരോക്ഷമായ ഉപായങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഈ കേന്ദ്രത്തെ നേരിട്ട് സമീപിക്കാൻ നമുക്ക് കഴിയില്ല, പരോക്ഷമായി മാത്രമേ സമീപിക്കാൻ കഴിയൂ. ഇത് വളരെ അടിസ്ഥാനപരമായ സത്യമാണ്. സന്തോഷമെന്നതൊരു കളിയുടെ ഉപഫലമാകുന്നത് പോലെ ആത്മീയതയും ഒരു വിദ്യയുടെ ഉപഫലമായി സംഭവിക്കേണ്ടതാണ്. നമ്മൾ സന്തോഷത്തിന് വേണ്ടി മാത്രം കാംക്ഷിച്ചുകൊണ്ടിരുന്നാൽ അവിടെ ഒന്നും സംഭവിക്കില്ല. അതുപോലെ ഫലത്തെക്കുറിച്ച് വേവലാതിപ്പെടാതെ വിദ്യയിലേക്ക് ശ്രദ്ധ പതിപ്പിക്കണം. എത്രമാത്രം നമ്മൾ ആ പ്രവൃത്തിയിൽ മുഴുകുന്നുവോ അത്രയും വേഗത്തിൽ ഫലം പരോക്ഷമായി സംഭവിച്ചിരിക്കും. നമ്മളിപ്പോൾ നിഗൂഢമായ 18ാമത്തെ വിദ്യയുടെ വാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഈ വിദ്യയുടെ കാതലെന്നത് ശിവൻ പറയുന്നു, സ്നേഹപൂർവം ഒരു വസ്തുവിന് നേരെ നോക്കുക എന്ന്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ലളിതമെന്നൊക്കെ തോന്നാം. എന്നാൽ ഇതിൻ്റെ ആഴമെന്നത് ഈ പ്രപഞ്ചത്തോളം വലുതാണ്. ഈ വിദ്യയിലൂടെ നമുക്ക് നമ്മുടെ ആന്തരിക കേന്ദ്രത്തിൽ എത്തിച്ചേരാൻ കഴിയും. സ്നേഹപൂർവം നോക്കുക എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. സ്നേഹം എന്നാൽ എന്താണെന്ന് പോലും യഥാർത്ഥത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാ. സുന്ദരമായ ഒരു മുഖം കാണുമ്പോൾ അതിനെ സ്നേഹപൂർവമാണ് നോക്കുന്നതെന്ന് നമ്മൾ വിചാരിച്ചേക്കാം. എന്നാൽ ആ മുഖത്തു നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ അത് ഒരിക്കലും സ്നേഹമല്ല, മറിച്ച് അത് കാമനയാണ്. കാമനയും സ്നേഹവും എന്നത് നേർവിപരീതങ്ങളാണ്. കാമന ചിന്തിക്കുന്നത് എങ്ങനെയാണ് മറ്റൊരാളെ ഉപകരണമാക്കി തീർക്കുക എന്നാണ്. എന്നാൽ സ്നേഹത്തിൽ നമ്മൾ ചിന്തിക്കുന്നതോ എങ്ങനെയാണ് സ്വയം ഒരു ഉപകരണമായി തീരുക എന്നാണ്. കാമന എടുക്കലാണ്, സ്നേഹമെന്നത് കൊടുക്കലാണ്. കാമനയിൽ നമ്മൾ മറ്റേയാളെ ബലിയാടാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സ്നേഹത്തിൽ നമ്മൾ നമ്മെ തന്നെ ബലി കൊടുക്കുകയാണ്. ഈ വിദ്യയുടെ ഏറ്റവും വലിയ രഹസ്യമെന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു വസ്തുവിന് നേരെ, അത് ജീവനുള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ, അതിനെ സ്നേഹപൂർവം നോക്കുകയാണെങ്കിൽ ആ വസ്തു ഒരു വ്യക്തിയായി തീരും അവിടെ.
എന്തിനേയും ഒരു വ്യക്തിയാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള താക്കോലാണ് നമ്മുടെ സ്നേഹമെന്നത്. ഒരു മരത്തിന് പേരിടുന്ന ആരെക്കുറിച്ചെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അഥവാ കണ്ടിട്ടുണ്ടോ? വിരളമായിരിക്കും അത്. എന്നാൽ നമ്മളൊരു വൃക്ഷത്തിന് പേരിടുകയും അതിനോട് സ്നേഹത്തിലാവുകയും ചെയ്യുമ്പോൾ അത് പല മരങ്ങൾക്കിടയിലെ ഒരു മരമല്ലാതായി തീരുകയാണ്. അത് അനന്യമായ ഒരു വ്യക്തിയായി മാറുന്നു അവിടെ. നേരെ മറിച്ച് ഒരു വ്യക്തിയുടെ നേരെ നമ്മൾ കാമന നിറഞ്ഞ കണ്ണുകളോടെ നോക്കുമ്പോൾ ആ വ്യക്തി ഒരു വസ്തുവായി തീരുകയാണ്. ഇതുകൊണ്ടാണ് കാമാസക്തമായ നോട്ടങ്ങളെല്ലാം വെറുപ്പുളവാക്കുന്നത്. ഒരു ജീവനുള്ള വ്യക്തിയെ ജീവനില്ലാത്ത ഒരു ഉപകരണമാക്കി മാറ്റുമ്പോൾ നമ്മളൊരു കൊലപാതകമാണ് ചെയ്യുന്നത്. സ്നേഹം എന്തിനേയും അതുല്യമാക്കുമ്പോൾ കാമന എന്തിനേയും പകരക്കാര്യമുള്ള ഒരു വസ്തുവാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങളെപ്പോഴെങ്കിലും ഇനി പറയുന്ന വിദ്യ ഒന്ന് പരീക്ഷിച്ചു നോക്കണം. നിങ്ങളൊരു പുഷ്പത്തിന് നേരെ നോക്കുക. അതിനെ നോക്കുമ്പോൾ നമ്മളെ തന്നെ പൂർണ്ണമായും മറക്കണം. ആ പുഷ്പം മാത്രം അവിടെ ഉണ്ടാവുകയും നമ്മളവിടെ പൂർണ്ണമായും ഇല്ലാതാവുകയും വേണം. നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഓരോ തന്മാത്രയും ആ വികാരം അനുഭവിക്കണം. മറ്റൊരു വസ്തുവിലേക്കും നമ്മുടെ ശ്രദ്ധ നീങ്ങാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരേ ഒരു മുഖത്തോടൊപ്പമോ പൂവിനോടൊപ്പമോ നിലനിൽക്കുമ്പോൾ നമുക്കും ആ വസ്തുവിനും ഇടയിൽ വെച്ച് ആ അനുഗ്രഹം അവിടെ വർഷിക്കപ്പെടും. നമ്മൾ നമ്മളെക്കുറിച്ച് താല്പര്യമില്ലാത്തവനായി തീരുമ്പോൾ നമ്മളവിടെ ശൂന്യനാക്കുകയാണ് ചെയ്യുന്നത്. ആ ശൂന്യതയിലാണ് കേന്ദ്രീകരണം സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചു. സ്നേഹപൂർവ്വം ഒരു വസ്തുവിനെ നോക്കുമ്പോൾ സംഭവിക്കുന്ന രൂപാന്തരത്തെക്കുറിച്ചും പറഞ്ഞു. എന്നാൽ ഇതിൻ്റെ ഏറ്റവും മനോഹരവും നിഗൂഢവുമായ ഒരു വശം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ പോകുകയാണ്. അത് സ്നേഹത്തിലെ നിസ്സഹായതയെക്കുറിച്ചാണ്. ഇത് നമ്മൾ നന്നായി ഓർത്തു വയ്ക്കണം. നമ്മൾ ആരെയെങ്കിലും ആഴത്തിൽ പ്രേമിക്കുമ്പോൾ നമുക്ക് അതീവമായ ഒരു നിസ്സഹായത അനുഭവപ്പെടും. പ്രേമത്തിൻ്റെ യഥാർത്ഥ ദുഃഖവും ഇതാണ്. തനിക്ക് തൻ്റെ പ്രേമഭാജനത്തിന് വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ഒരാൾക്കും അറിയാൻ കഴിയില്ല. എല്ലാം തന്നെ നൽകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. ഈ പ്രപഞ്ചം മുഴുവൻ അവർക്കായി സമർപ്പിക്കാൻ നമ്മൾ കാംക്ഷിക്കുന്നുണ്ടാകും. എന്നാൽ വാസ്തവത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? നമുക്ക് പലതും ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്നേഹത്തിലല്ല, മറിച്ച് നമ്മുടെ അഹന്തയിലാണുള്ളത്. പ്രേമമെന്നത് അങ്ങേയറ്റത്തെ നിസ്സഹായതയാണ്. എന്നാൽ ആ നിസ്സഹായതയിലാണ് അതിൻ്റെ സൗന്ദര്യം ഒളിഞ്ഞിരിക്കുന്നത്. ആ നിസ്സഹായതയിലാണ് നമ്മൾ പൂർണ്ണമായും സമർപ്പിക്കപ്പെടുന്നത്. നമ്മുടെ സ്നേഹഭാജനത്തിനായി എല്ലാം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുകയും എന്നാൽ തനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ലെന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ മനസ്സ് നിലയ്ക്കും. ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കാണുമ്പോൾ നമ്മളുടെ ബുദ്ധി അവിടെ തോൽക്കുകയും അഹന്ത തകരുകയും ചെയ്യും. ഈ നിസ്സഹായതയിൽ നിന്നാണ് യഥാർത്ഥ സമർപ്പണം സംഭവിക്കുന്നത്. നമ്മൾ ഉള്ളിൽ നിന്ന് ശൂന്യനായി തീരുകയാണ് ഇവിടെ. അതുകൊണ്ടാണ് സ്നേഹം ഒരു ഗാഢമായ ധ്യാനമായി മാറുന്നു എന്ന് പറയപ്പെടുന്നത്. നിങ്ങൾക്കറിയാമോ, വാസ്തവത്തിൽ നമ്മൾ സ്നേഹിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ മറ്റൊരു ധ്യാനവിദ്യയുടെയും ആവശ്യമില്ല. സ്നേഹം തന്നെയാണ് ഏറ്റവും മഹത്തായ മാർഗം. എന്നാൽ ഇന്നത്തെ ലോകത്ത് സ്നേഹം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറിയിരിക്കുകയാണ്. നമ്മിലെ അഹന്തയെ പിടിച്ചു പുറത്താക്കി ആ സ്ഥാനത്ത് മറ്റൊരാളെ പ്രതിഷ്ഠിക്കുന്നതാണ് സ്നേഹം. നമുക്ക് പകരം മറ്റൊരാൾ അവിടെ നിറയുമ്പോൾ നമ്മൾ അവിടെ ഇല്ലാതാകും.
സ്നേഹിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലിൽ അഹന്തകളില്ലാത്ത ഒരു സംസർഗം മാത്രമാണ് നിലനിൽക്കുന്നത്. ആ സമ്പർക്കത്തിലൂടെയാണ് ആനന്ദം അനുഭവപ്പെടുന്നതും. പലരും തെറ്റായി കരുതുന്നത് മറ്റേ വ്യക്തിയാണ് ആ ആനന്ദം നമുക്ക് നൽകുന്നത് എന്നാണ്. എന്നാൽ ആ ആനന്ദം വരുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മളൊരു ധ്യാനാവസ്ഥയിലേക്ക് പതിക്കുന്നത് കൊണ്ടാണെന്നുള്ള ആ സത്യത്തെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ മറ്റൊരാളിൽ അത്രമാത്രം അലിഞ്ഞു ചേരുമ്പോൾ ആ അഹത്തിൻ്റെ ഇല്ലായ്മയിൽ അനുഗ്രഹം നമ്മിലേക്ക് വർഷിക്കപ്പെടും. ഇതൊരു വ്യക്തിയോട് മാത്രമല്ല, ഒരു പനിനീർപ്പൂവിനോടോ നക്ഷത്രങ്ങളോടോ വൃക്ഷങ്ങളോടോ നമുക്ക് ഇത് തോന്നാം. ബോധം മറ്റൊരാളിലേക്ക് പൂർണ്ണമായി കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കുന്ന ആ നിശബ്ദതയാണ് ഇവിടെ പ്രധാനം. സ്നേഹത്തിൻ്റെ ഉത്തുംഗമായ അവസ്ഥകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. എന്നാൽ ഈ യാത്രയിൽ നാം വീണുപോകാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ചതിക്കുഴിയെക്കുറിച്ചാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. നമ്മുടെ സ്നേഹഭാജനത്തെ കൈവശപ്പെടുത്തുവാനുള്ള നമ്മുടെ ആഗ്രഹമാണ് ആ ചതിക്കുഴി. സ്നേഹത്തിലൂടെ നമ്മൾ ആനന്ദം അനുഭവിക്കുമ്പോൾ പതുക്കെ പതുക്കെ നമ്മിൽ ഒരു തെറ്റായ അനുമാനം ഉടലെടുക്കും. ആ ആനന്ദം ലഭിക്കുന്നത് മറ്റേ വ്യക്തി കാരണമാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോഴാണ് അസൂയയും അത്യാഗ്രഹവും നമ്മിൽ ജനിക്കുക. ഈ ആനന്ദം എനിക്ക് എല്ലാ ദിവസവും വേണം, അതിനാൽ എനിക്ക് ഈ വ്യക്തിയെ കൈവശപ്പെടുത്തണം എന്ന് നമ്മുടെ മനസ്സിങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഓർക്കുക, യാതൊരുവിധ കൈവശപ്പെടുത്തലുകളും ഇല്ലാതിരുന്നപ്പോഴാണ് ആ ആനന്ദം നമ്മിൽ സംഭവിച്ചത്. നമ്മൾ മറ്റൊരാളെ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്ന ആ നിമിഷം ആ സ്നേഹത്തിൻ്റെ മുഴുവൻ സൗന്ദര്യത്തെയും നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹിക്കുന്ന വ്യക്തിയെ സ്വന്തമാക്കാൻ തുടങ്ങുന്നതോടെ സ്നേഹം അവിടെ ഇല്ലാതാവുകയാണ്. അപ്പോൾ ആ വ്യക്തി വെറുമൊരു വസ്തുവായി മാത്രം മാറും. നമുക്കയാളെ ഒരു ഉപകരണമായി ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ ആ ആനന്ദം വീണ്ടും അവിടെ ഒരിക്കലും സംഭവിക്കില്ല. കാരണം ആ അനുഗ്രഹം വന്നിരുന്നത് മറ്റേയാൾ ഒരു വ്യക്തിയായിരുന്നപ്പോഴാണ്. നമ്മളവരെ ഒരു വസ്തുവായി മാറ്റിയപ്പോഴല്ല ഇത് സംഭവിച്ചത്. ജീൻ പോൾ സാർത്ത് പറഞ്ഞിട്ടുണ്ട്, അപരൻ നരകമാണെന്ന്. കാമനയുടെയും കൈവശപ്പെടുത്തലിൻ്റെയും ലോകത്ത് അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. നമ്മൾ മറ്റൊരാളെ വശത്താക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഒരു വസ്തുവാക്കപ്പെടാൻ വിസമ്മതിക്കുകയാണ് അവിടെ. അവർ തിരിച്ചു നമ്മെ കൈവശപ്പെടുത്തുവാൻ ശ്രമിക്കും. ഈ മത്സരമാണ് ഓരോ കുടുംബത്തിലും ഓരോ ബന്ധങ്ങളിലും നരകം സൃഷ്ടിക്കുന്നത്. വ്യക്തികളെ ഒരിക്കലും കൈവശപ്പെടുത്തുവാൻ കഴിയില്ല, വസ്തുക്കളെ മാത്രമേ അതിന് കഴിയൂ. മറ്റൊരാൾ നമ്മെ തുറിച്ചു നോക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? അതിൻ്റെ കാരണം ആ നോട്ടം നമ്മെ ഒരു വസ്തുവാക്കി മാറ്റുകയാണ് അവിടെ. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അത് അവിടെ തടസ്സം സൃഷ്ടിക്കുന്നു. എന്നാൽ സ്നേഹത്തിലുള്ളവരുടെ നോട്ടം സുന്ദരമാകുന്നത് അവിടെ ഒരാൾ മറ്റൊരാളെ വസ്തുവാക്കുന്നില്ല, മറിച്ച് സ്നേഹത്തിലൂടെ ഒരു വ്യക്തിയാക്കി ഉയർത്തുന്നതുകൊണ്ടാണ്. സ്നേഹമില്ലാത്ത ഏതൊരു നോട്ടവും ഹിംസാത്മകമാണ്. സ്നേഹമെന്നാൽ നമ്മെ തന്നെ മറന്ന് മറ്റൊരു വസ്തുവിലേക്ക് ലയിച്ചു ചേരലാണ്. നമ്മൾ മറ്റൊരാളിൽ അത്രയ്ക്കും അലിഞ്ഞു ചേരുമ്പോൾ നമ്മുടെ അഹന്ത ഇല്ലാതാകുന്ന ആ നിമിഷത്തിൽ മാത്രമാണ് അനുഗ്രഹം വർഷിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് സ്നേഹത്തെ ഒരു തടവറയാക്കാതിരിക്കണം. ആ ആനന്ദം നമ്മിൽ നിന്നാണ് ഉണ്ടായതെന്ന് തിരിച്ചറിയുകയും വേണം.
സ്നേഹത്തെക്കുറിച്ചും അതിൻ്റെ ചതിക്കുഴികളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. നമ്മളിനി ഇതിൻ്റെ ഏറ്റവും നിഗൂഢമായ തലത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഇന്ദ്രിയങ്ങളെന്ന വാതിലുകൾക്കപ്പുറം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കണം. വാസ്തവത്തിൽ നാം ചർച്ച ചെയ്യുന്ന ഈ വിദ്യകളെല്ലാം തന്നെ നമ്മെ നമ്മുടെ ഉള്ളിലെ ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് കൊണ്ടുപോകാനുള്ളവയാണ്. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാത്തതായ ഒരു സ്ഥാനം നമ്മളിലുണ്ട്. ഇന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള ഒരു പ്രവർത്തന കേന്ദ്രമാണത്. സാധാരണഗതിയിൽ നമ്മുടെ ബോധം ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്കൊഴുകി വസ്തുക്കളെ കാണുകയാണല്ലോ ചെയ്യുന്നത്. എന്നാൽ ഈ ആന്തരിക കേന്ദ്രത്തിലൂടെ കാണുമ്പോൾ നമ്മൾ അറിയുന്നത് ഭൗതികതയെ അല്ല, മറിച്ച് അഭൗതികമായ ആത്മീയതയെയാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ എത്രമാത്രം ആഴമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് നഗ്നതയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. സ്നേഹമില്ലാത്ത ഒരാളുടെ മുൻപിൽ നഗ്നനാകുന്നത് അപമാനകരമായി തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണം സ്നേഹമില്ലാത്ത ആ നോട്ടം നമ്മുടെ ശരീരത്തെ ഒരു വസ്തുവാക്കി മാറ്റുന്നത് കൊണ്ടാണ്. എന്നാൽ നമ്മൾ സ്നേഹത്തിലാണെങ്കിലോ നമുക്ക് നഗ്നനാകാൻ യാതൊരുവിധ മടിയും തോന്നില്ല. കാരണം സ്നേഹത്തിൻ്റെ പരിവർത്തനപ്പെടുത്തുന്ന ആ നോട്ടം നമ്മുടെ മുഴുവൻ ശരീരത്തെയും ഒരു വ്യക്തിയായി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹഭരിതമായ നിമിഷത്തിൽ ഏതൊരു വസ്തുവിനോടൊപ്പവും ആ അനുഗ്രഹവും സാധ്യമാണ്. നമ്മൾ സ്നേഹപൂർവ്വം ഒരു വസ്തുവിൽ നിലയുറപ്പിക്കുമ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ അഹന്തയില്ലാത്ത ഒരു അവസ്ഥയിലേക്കെത്തും. അവിടെ മത്സര ചിന്തയുണ്ടാവില്ല, വെറുമൊരു സംസർഗം മാത്രം ബാക്കിയാകും. ഈ സമ്പർക്കത്തിലൂടെ നമുക്ക് ആനന്ദം അനുഭവപ്പെടും. ഈ ആനന്ദം ലഭിക്കുന്നത് മറ്റേയാൾ കാരണമാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ധ്യാനമെന്ന അവസ്ഥ അവിടെ അവസാനിക്കും. എന്നാൽ ആ ആനന്ദം നമുക്കുള്ളിലെ ശൂന്യതയിൽ നിന്ന് ഉണ്ടായതാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മളൊരു യഥാർത്ഥ ധ്യാനിയായി മാറുകയാണ് അവിടെ. ഏറ്റവും പ്രിയമുള്ളവരെ, ഓർമ്മയുണ്ടായിരിക്കട്ടെ, ആത്മീയ വികാസത്തിന് നേരിട്ടുള്ള യാതൊരുവിധ വിദ്യയുമില്ല. എല്ലാം പരോക്ഷമായവയാണ്. വിദ്യയിൽ പൂർണ്ണമായി മുഴുകുമ്പോൾ ഫലം പരോക്ഷമായി വന്നെത്തും. നമ്മൾ മറ്റെവിടെയെങ്കിലും പൂർണ്ണമായി മുഴുകിയിരിക്കുമ്പോൾ, നമ്മുടെ ഉള്ളം ഒഴിഞ്ഞതായിരിക്കുമ്പോൾ മാത്രമേ ആ അനുഗ്രഹം നമ്മിലേക്ക് വന്നു ചേരുകയുള്ളൂ. മറ്റേതിലേക്കെങ്കിലും നമ്മുടെ ബോധം പൂർണ്ണമായും കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അഹത്തിൻ്റെ ആ ഇല്ലായ്മയിലാണ് ആ സത്യം വെളിപ്പെടുക. ഇന്നത്തെ ആന്തരിക പ്രയാണം നാം ഇവിടെ പൂർത്തിയാക്കുകയാണ്. നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഗൂഢമായ അറകളിലൂടെ നാം ഒരുമിച്ച് സഞ്ചരിച്ചു. ബോധത്തിൻ്റെ 2 വാതിലുകളെക്കുറിച്ചും ഇന്ദ്രിയങ്ങൾക്ക് പിന്നിലിരുന്ന് ഈ ലോകത്തെ സാക്ഷിയായി ദർശിക്കുന്ന ആ മഹാപ്രതിഭയെക്കുറിച്ചും നാം മനസ്സിലാക്കി. 18ാമത്തെ വിദ്യയിലൂടെ ശിവൻ നമുക്ക് നൽകിയ വലിയ സന്ദേശം, നിങ്ങൾ പൂർണ്ണമായി നിങ്ങളിൽ നിന്ന് പുറത്തു പോകുമ്പോൾ മാത്രമേ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുകയുള്ളൂ എന്നതാണ്. സ്നേഹഭാജനത്തോടൊപ്പം ഇരിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും നിസ്സഹായനാകുകയാണ്. ആ നിസ്സഹായതയിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന നമ്മുടെ ചോദ്യം നിലയ്ക്കുമ്പോൾ നമ്മുടെ അഹന്ത അവിടെ ഇല്ലാതാകും. അപ്പോൾ നമ്മൾ ഒഴിഞ്ഞവനും ശൂന്യനുമായി തീരുന്നു. ഈ ശൂന്യതയിലാണ് യഥാർത്ഥ കേന്ദ്രീകരണം സംഭവിക്കുന്നത്. ഓർമ്മിക്കുക, അനുഗ്രഹം എന്നത് നമ്മൾ തേടിപ്പിടിക്കേണ്ട ഒന്നല്ല, അത് പരോക്ഷമായി സംഭവിക്കേണ്ടതാണ്. സ്നേഹപൂർവ്വം ഒരു പുഷ്പത്തെയോ ഒരു വ്യക്തിയെയോ നോക്കുമ്പോൾ നമ്മൾ അവിടെ ഇല്ലാതാവുകയും മറ്റേയാൾ മാത്രം ബാക്കിയാകുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടും. അതൊരു ഉപഫലമാണ്. നമ്മൾ ആനന്ദത്തിനായി അത്യാഗ്രഹിച്ചാൽ അത് നമ്മിൽ നിന്നും അകന്നു പോകും. എന്നാൽ നമ്മൾ വിദ്യയിൽ പൂർണ്ണമായി അലിഞ്ഞു ചേർന്നാൽ അത് നമ്മെ പുൽകും. പ്രിയമുള്ളവരെ, ഈ കുറച്ചു സമയം എന്നോടൊപ്പം ഹൃദയം കൊണ്ട് സഞ്ചരിച്ച
നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഈ ദീർഘമായ സംവാദത്തിൽ പങ്കുചേർന്ന ആത്മബന്ധുക്കൾക്കെൻ്റെ പ്രണാമം. നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയുവാനുള്ളത്, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷം സ്നേഹപൂർവ്വം ഒന്നിനെ നോക്കുവാൻ നിങ്ങൾ തയ്യാറാവണം. അവിടെ വെച്ച് നിങ്ങൾക്കും ആ വസ്തുവിനും ഇടയിൽ വെച്ച് ആ അനുഗ്രഹം, ആ ഒന്നാകൽ, ആ കേന്ദ്രീകരണം നമ്മിൽ വർഷിക്കപ്പെടും. കൈവശപ്പെടുത്തുവാൻ ശ്രമിക്കാതെ നിശബ്ദമായ ആ നോട്ടം നിങ്ങൾ തുടരണം. അപ്പോൾ സ്നേഹം വെറുമൊരു വികാരമല്ല, മറിച്ച് അത് പ്രാർത്ഥനയായി മാറുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അപരൻ നരകമാണെന്ന് പറയുന്ന ഈ ലോകത്ത് സ്നേഹത്തിലൂടെ അപരനെ സ്വർഗമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ ഉള്ളിലെ ശുദ്ധബോധം മേഘങ്ങളില്ലാത്ത ആകാശം പോലെ തെളിഞ്ഞു നിൽക്കട്ടെ. ദിവ്യബോധം ചാനലിലൂടെ നാം നടത്തുന്ന ഈ വിപ്ലവം ഞാൻ ഉൾപ്പെടെ നമ്മുടെ ഉള്ളിലെ നിശബ്ദതയെ കണ്ടെത്താനുള്ളതാണ്. അടുത്ത വിദ്യയുമായി നാം വീണ്ടും കണ്ടുമുട്ടും. അതുവരെ നിങ്ങളുടെ ഉള്ളിലെ ആ നിശബ്ദ കേന്ദ്രത്തിൽ നിങ്ങൾ വിശ്രമിക്കുക. സ്നേഹപൂർവ്വം വിട. നന്ദി, നമസ്കാരം.